ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് നിസാമുദ്ദീൻ പോകുന്ന ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഏകദേശം 7:20 ട്രെയിൻ എടുക്കുക. നമ്മളൊരു 7:15 എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 39 മണിക്കൂറാണ് നമുക്ക് നിസാമുദ്ദീനിലേക്ക് പോകാനുള്ളത് അല്ലേ. ട്രെയിൻ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞ് എടുക്കും. പിന്നെ വേറെന്താ വെച്ചാൽ രാവിലെ നമ്മൾ റൂമിൽ നിന്ന് ഒരു 6 മണിക്ക് എത്തി. ഏകദേശം 1 മണിക്കൂറിൻ്റെ യാത്രയിൽ നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഓൾ ഇന്ത്യ ട്രിപ്പ്, അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലായിട്ട് നല്ലൊരു സൂപ്പർ ട്രിപ്പാണിത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് മഡ്ഗോൺ എന്ന് പറയുന്നത്. കണ്ടില്ലേ, നമ്മൾ ഈ ഗോവയ്ക്കൊക്കെ പോകുന്ന ആൾക്കാർ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് മഡ്ഗോൺ എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. ഫ്രണ്ട്സ്, നമ്മളിവിടെ കുറേ പോന്നു. ഏകദേശം ഒരു 4 മണിക്കൂറോട് കഴിഞ്ഞാൽ 3 മണിക്കൂർ അല്ലേ, 3 മണിക്കൂറോട് കഴിഞ്ഞാൽ നമ്മൾ നിസാമുദ്ദീൻ എത്തും. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ ഒരു ബ്രോനെ കിട്ടിയിട്ടുണ്ട്. ബ്രോന്റെ ഒപ്പം ഒരു 3 ആൾ കൂടി ഉണ്ട്. ടോട്ടൽ 4 പേരുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരും ട്രിവാൻഡ്രത്തുനിന്നാണ്. ഇവർക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാനലിൽ പേര് എന്തോ മിസ്റ്ററി വ്ളോഗ്സ് കേരള. ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, വീഡിയോ എത്ര ലോങ് നോക്കണം എന്നുള്ളത് ഞാൻ ഇതിന്റെ ലിങ്കിൽ കൊടുക്കാം. നിങ്ങളുടെ പേര് കൊടുക്കാം. പിന്നെ അതേപോലെ കുറെ നമ്മുടെ ഫ്രണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോ ഇറങ്ങിയിട്ട് എന്തായാലും വിശദമായിട്ട് കാണാം. നല്ല തണുപ്പും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറയാൻ പറ്റില്ല, ഇവിടെ നമ്മുടെ കുറച്ച് ചങ്ങായിമാരൊക്കെ ഉണ്ട്. ബൈ, ഇതേ ആവോ ആവോ, വേറെ യൂട്യൂബ് ചാനൽ ഉള്ളു ചില്ലാണ് സംഭവം. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം ഒരു 10:30 ആയപ്പോഴത്തേനും നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 39 മണിക്കൂറിൻ്റെ ട്രെയിൻ യാത്ര കേരള ടു ഡൽഹി ഇവിടെ അവസാനിച്ചിട്ടാണ്. ഇവിടെ തണുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10 ഡിഗ്രി തണുപ്പാണ്, കുറവാണ്. ഓക്കെ, ഇനി അതിലും തണുപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ പരിപാടി എന്താ വെച്ചാൽ, ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് പിന്നെ നാളെ മണാലി നോക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഒന്നുമില്ല, മണാലിയാണ് നോക്കുന്നത്. പിന്നെന്താ പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ ട്രെയിനിൽ വരുമ്പോൾ വലിയ വീഡിയോസും കാര്യങ്ങളും എടുത്തില്ല. കാരണം എല്ലാവരും കോമൺ ആയിട്ട് കാണുന്നൊരു വീഡിയോ ആണ് ട്രെയിനിലെടുത്ത്. പിന്നെ സൗണ്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നാളെ മുതൽ പ്രോപ്പറായിട്ടുള്ള സ്ഥലങ്ങളും കാണാനുള്ളൊരു വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും.
പിന്നെ ഞാൻ ട്രെയിനിൽ വരുന്ന സമയത്ത് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ പെട്ടെന്നുള്ള തീരുമാനം എന്ന് വെച്ചാൽ 2 ദിവസത്തെ ഒരു ടൈമിലാണ് ഞാൻ വരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് സ്ലീപ്പർ ക്ലാസ്സും അതേപോലെ തന്നെ ഒന്ന് സെക്കൻഡ് ക്ലാസ് വരുന്ന എൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. മറ്റേതൊക്കെ വലിയ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് സെക്കൻഡ് ക്ലാസ്സാണ്. കാരണം എന്താ വെച്ചാൽ സ്ലീപ്പർ ആകുമ്പോൾ കടന്ന് ഉറങ്ങിയിട്ടൊക്കെ പോകും. കാരണം 2 ദിവസത്തിന് അടുത്തുണ്ടെങ്കിലും എനിക്കിപ്പോൾ ഈ പറഞ്ഞ സെക്കൻഡ് ക്ലാസ്സിലാണെങ്കിലും ഞാൻ ഏകദേശം കടന്നിട്ട് തന്നെ വന്ന ഏകദേശം 10-12 മണിക്കൂറോളം ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം 1400 രൂപ സ്ലീപ്പറിനും 703 രൂപ സെക്കൻഡ് ക്ലാസ്സിൽ പറഞ്ഞു. ഏകദേശം 400 രൂപ 700 രൂപയുടെ ഡിഫറൻറ്റ് അവിടെ വന്നു. ഇപ്പോൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും അവിടെ സീറ്റ് എവിടെയെങ്കിലുമൊക്കെ കിട്ടും, അല്ല കിടക്കാനുള്ളൊരു സെറ്റപ്പ് ഒരു ഗ്യാപ്പ് ഉണ്ടാവും. പിന്നെ സെക്കൻഡ് ക്ലാസ് എടുക്കാൻ കുറച്ചൊരു ബെറ്റർ. പിന്നെ ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബിസ്ക്കറ്റും പിന്നെ ചായ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ എടുത്തത് ഏകദേശം 2 ദിവസത്തേക്കും കൂടി ഒരു 160 രൂപയായി. കേരളത്തിൽ നിന്ന് അതേപോലെ കേരളത്തിൽ നിന്ന് ഡൽഹി വരെ ഏകദേശം 1000-ൻ്റെ അടുത്ത് ഏകദേശം 800-900 രൂപയുടെ അടുത്ത് വന്നിട്ടുള്ളൂ. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നാളെ മുതൽ നമ്മൾ ഇവിടുന്ന് പോണ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക.